എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന 10ാം തരം വരെയുള്ള പൊതുപ്രാഥമിക പരീക്ഷയ്ക്ക് ഫിസിക്കൽ സയൻസ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ പ്രധാനമായും 2 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്: രസതന്ത്രവും ഭൗതികശാസ്ത്രവും. ഈ മേഖലയിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വിഷയങ്ങളും പാഠപുസ്തകങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ആഴ്ന്നിറങ്ങി പഠിക്കേണ്ടതുണ്ട്. രസതന്ത്രവുമായി ബന്ധപ്പെട്ട് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നിങ്ങനെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ. ആറ്റവും ആറ്റത്തിന്റെ ഘടനയെയും കുറിച്ച് പഠിക്കുമ്പോൾ ആറ്റം ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, മാസ് നമ്പർ, അറ്റോമിക നമ്പർ, ഐസോടോപ്പ്, തന്മാത്രകൾ, രാസപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. ധാതുക്കൾ, ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ എന്നിങ്ങനെയും അയിരുകൾ, അയിരുകളുടെ സാന്ദ്രണം എന്നിവ പ്രത്യേകമായി വായിക്കണം. കൂടാതെ പ്രധാനപ്പെട്ട മൂലകങ്ങളും അവയുടെ വർഗീകരണത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ ആവർത്തന പട്ടിക നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. പ്രധാന മൂലകങ്ങളും അറ്റോമിക നമ്പറുകളും ലോഹങ്ങളും അലോഹങ്ങളും ലോഹസങ്കരങ്ങൾ, വാതക നിയമങ്ങൾ എന്നിവ പഠിക്കുന്നതോടൊപ്പം ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗവും കണ്ടെത്തലുകളും വിവിധ വർഗീകരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുതകൾ ആഴത്തിൽ പഠിക്കുക. രസതന്ത്രം നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നു എന്നും ഇന്ധനങ്ങൾ, ആസിഡുകൾ, ആൽക്കലികൾ, പോളിമറുകൾ, ഫൈബർ എന്നിങ്ങനെയുള്ള മേഖലകൾ കൂടെ വായനയിൽ ഉൾപ്പെടുത്തിയാൽ രസതന്ത്രം എളുപ്പമാവും. ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുദ്ധവും സവിശേഷതകളും വരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദ്രവ്യം, പിണ്ഡം, അളവുകളും യൂണിറ്റുകളും, നീളം, സമയം എന്നിവ പലപ്പോഴായി PSC ചോദിച്ചിരിക്കുന്ന മേഖലകളാണ്. പ്രവൃത്തി, ഊർജം, പവർ, അതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, ഊർജ പരിപാലനം, ലഘുയന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയും, താപം, താപനില, അവസ്ഥാപരിവർത്തനം, വിശിഷ്ട താപധാരിത, ബാഷ്പീകരണം, ആർദ്രത എന്നീ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ കടന്നുവരാം. ഭൗതികശാസ്ത്രത്തിൽ നിന്നും കൂടുതലായി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന മേഖലകളാണ് ചലനവും ബലവും, ശബ്ദവും പ്രകാശവും. ചലനം, ദൂരം, സ്ഥാനാന്തരം, ചലന നിയമങ്ങൾ, ഘർഷണബലം, അഭികേന്ദ്രബലം, അപകേന്ദ്രബലം, മർദ്ദം, പാസ്കൽ നിയമം, മറ്റു ദ്രവബലങ്ങൾ, സാന്ദ്രത എന്നിവയും. ശബ്ദം, ശബ്ദതരംഗങ്ങൾ, ഉപകരണങ്ങൾ, പ്രകാശം, പ്രകാശ പ്രതിഭാസങ്ങൾ എന്നിവയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളാണ്. കൂടാതെ R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങളും സൗരയൂഥവും അവയുടെ സവിശേഷതകളും മാറ്റി നിർത്താൻ കഴിയാത്ത ടോപ്പിക്കുകളാണ്. LGS 2024 ഒന്നാമത്തെ സ്റ്റേജിൽ ഈ വിഭാഗത്തിൽ നിന്ന് ചോദിച്ച ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ക്രിസ്റ്റൽ ആകൃതിയിൽ അല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ശബ്ദത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. പലപ്പോഴും രസതന്ത്രം, ഭൗതികശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ടെങ്കിലും അറിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതി തീരെ അറിയാത്തവ സ്കിപ്പ് ചെയ്യുന്നതിലൂടെയും പരമാവധി മാർക്ക് ഈ വിഷയത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഫിസിക്കൽ സയൻസ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഗണിത വിഷയത്തെക്കുറിച്ചുള്ള എക്സാം കാപ്സ്യൂൾ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.